ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് പേപ്പറിലെ മൊഡ്യൂൾ 2 വാട്ട് ഈസ് ലിംഗ്വിസ്റ്റിക്സ്. ആദ്യത്തെ പോയിൻ്റ് നമുക്ക് ലിംഗ്വിസ്റ്റിക് എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ലിംഗ്വിസ്റ്റിക്സ് ഡിഫൈൻഡ് ആസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്. എലിമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജിൻ്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡി. അത് മാത്രമല്ല, ദ പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ദെയർ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. ഒന്നും കൂടെ പറയാം. Linguistics is defined as the scientific study of language. It is the systematic study of the elements of language and the principles governing their combination and organization. Next നമുക്ക് നോക്കാനുള്ളത് synchronic study and diachronic study. Saussure introduced time concept in the study of language. Study of languageൽ സോഷ്യൂർ ടൈം കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടായി. ലാംഗ്വേജ് ക്യാൻ ബി സ്റ്റഡീഡ് ഓവർ എ സ്പാൻ ഓഫ് ടൈം ആസ് വെൽ ആസ് അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം. ലാംഗ്വേജ് ഓവർ എ സ്പാൻ ഓഫ് ടൈമിൽ സ്റ്റഡി ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം, ഒരു പോയിൻ്റ് മാത്രമായിട്ടും നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് കഴിയും. Diachronic approach to the language study focuses on the changes in language over a span of time. Language is evolutionary and is not static. ഓവർ എ സ്പാൻ ഓഫ് ടൈമിൽ ലാംഗ്വേജിന് എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് എന്നതാണ് ഡയക്രോണിക് സ്റ്റഡിയിൽ നമ്മൾ നോക്കുന്നത്. Next is synchronic approach, synchronic study. Synchronic approach to the study language focuses on the systematic interconnections and rules of a long course of time. സിങ്ക്രോണിക് അപ്രോച്ചിൽ നമ്മൾ ലാംഗ്വേജിൻ്റെ സിസ്റ്റമാറ്റിക് ഇൻ്റർ കണക്ഷൻസ് ആണ് നോക്കുന്നത്. അതുപോലെ റൂൾസ് ഓഫ് എ ലോങ് കോഴ്സ് ഓഫ് ടൈം. ലോങ് കോഴ്സ് ഓഫ് ടൈമിൽ ഈ ലാംഗ്വേജിന് തന്നെ വരുത്തുന്ന ഓരോരോ ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് സിങ്ക്രോണിക് സ്റ്റഡിയിൽ നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഈസ് റാദർ കമ്പാരറ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ. കമ്പാരറ്റീവ് ബിക്കോസ് ഇറ്റ് അനലൈസസ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് വിത്തിൻ എ ഫാമിലി ഓഫ് റിലേറ്റഡ് ലാംഗ്വേജസ്. സിങ്ക്രോണിക് സ്റ്റഡിയെ നമുക്ക് കമ്പാരറ്റീവ് എന്നും ഹിസ്റ്റോറിക്കൽ എന്നും വിളിക്കാനായിട്ട് കഴിയും. കമ്പാരറ്റീവ് ആണെന്ന് പറയാൻ കാരണം ഇതിൽ ഒരുപാട് സിമിലാരിറ്റീസും ഡിഫറൻസസും നോക്കുന്നുണ്ട്. അതായത് ഫാമിലി ഓഫ് റിലേറ്റഡ് ലാംഗ്വേജസിൽ വരുന്ന സിമിലാരിറ്റീസും ഡിഫറൻസസും ഈ സ്റ്റഡിയിൽ നോക്കാറുണ്ട്. അതുപോലെ ഹിസ്റ്റോറിക്കൽ ആണെന്ന് പറയാൻ കാരണം ഹിസ്റ്റോറിക്കൽ ബിക്കോസ് ഇറ്റ് ഫോക്കസസ് ഓൺ ദ എവല്യൂഷൻ ഓഫ് എ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. ഈ ഫാമിലി ഓഫ് ലാംഗ്വേജസിൻ്റെ എവല്യൂഷനും സിങ്ക്രോണിക് സ്റ്റഡിയിൽ നോക്കാറുണ്ട്. നമുക്കിത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ on the changes that occur within a particular combinations and organization of the constituent elements of a single language at a particular time. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉള്ള ചേഞ്ചസ് എന്തിലൊക്കെയുള്ള അതിൻ്റെ കോമ്പിനേഷൻസിലും ഓർഗനൈസേഷൻസിലും, അതായത് ദ കോൺസ്റ്റിറ്റ്യൂട്ട് എലിമെൻറ്റ്സ് ഓഫ് എ സിംഗിൾ ലാംഗ്വേജ് എലിമെൻറ്റ്സിൻ്റെ കോമ്പിനേഷൻസിലും ഓർഗനൈസേഷൻസിലും ഉള്ള ചേഞ്ച്, ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നും സിങ്ക്രോണിക് സ്റ്റഡി എന്നതുകൊണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലാങ് ആൻഡ് പെറോൾ. ഓക്കെ, ലാങ് ആൻഡ് പെറോൾ. എ പെറോൾ ഈസ് എനി പെർട്ടിക്കുലർ മീനിങ്ഫുൾ അട്ടർനെസ്. അതായത്
ഒരു പെർട്ടിക്കുലർ മീനിങ് അട്ടർനൻസ് ആണ് പരോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാങ് എന്ന് പറയുന്നത് ലാങ് ഇംപ്ലൈസ് ദ അണ്ടർലൈയിങ് റൂൾസ് ഗവേണിംഗ് ദ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്. ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജിൻ്റെ കോമ്പിനേഷൻസും ഓർഗനൈസേഷൻസും ഗവേൺ ചെയ്യുന്ന റൂൾസിനെയാണ് ലാങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. It is the competence which enables the speaker to make meaningful utterances and the listeners to understand. അതായത് കമ്പീറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള അട്രൻസസ്, അതായത് സ്പീച്ചസോ അങ്ങനെ ശബ്ദം നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്നത് കമ്പീറ്റൻസ് ആണ് എനേബിൾ ചെയ്യുന്നത്. അതുപോലെ ലിസണേഴ്സിന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ കമ്പീറ്റൻസ് ആണ് അത് എനേബിൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പെർഫോമൻസ്. പെർഫോമൻസ് ഈസ് ദ ആക്ച്വൽ അട്രൻസ് ഓഫ് പെർട്ടിക്കുലർ സെൻറ്റൻസ്. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ സെൻറ്റൻസിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള അട്രൻസ് ആണ്. അട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചാരണം. നെക്സ്റ്റ് ഈസ് സെമിയോട്ടിക്സ് ആൻഡ് സെമിയോളജി. Both are alternative terms for the systematic study of signs such as language, our body posture, gestures, and the social rituals, meals, clothes, buildings, and other objects. സെമിയോട്ടിക്സും സെമിയോളജിയും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടേംസ് ആണ്. അതായത് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സയൻസ്, സയൻസിൻ്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡിക്ക് പറയുന്ന വാക്കുകളാണ് സെമിയോട്ടിക്സും സെമിയോളജി എന്നും. സച്ച് ആസ് ലാംഗ്വേജ്, ലാംഗ്വേജിലെ സയൻസ്, പിന്നെ ബോഡി പോസ്ചർ, ഗെസ്റ്റേഴ്സ്, അതുപോലെ നമ്മളെ ക്ലോത്തിങ്, നമ്മളെ ഭക്ഷണം കഴിക്കുന്ന രീതി, അങ്ങനെ പല സയൻസ് ഉണ്ട്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല രീതികളുണ്ട്. അപ്പം അങ്ങനത്തെ സയൻസിൻ്റെ ഓൾട്ടർനേറ്റീവ് നെയിംസാണ് സെമിയോട്ടിക്സും സെമിയോളജിയും. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് കൺവേ എൻ ഐഡിയ, മീനിങ് ഓർ എ കോൺസെപ്റ്റ്. ഓക്കെ, സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ ആവട്ടെ, നമ്മളെക്കുറിച്ചുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ മീനിങ്, നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്തും കൺവേ ചെയ്യുന്നതിനാണ് സൈൻ എന്ന് പറയുന്നത്. സൈൻ ഹാസ് 2 elements, എ സിഗ്നിഫയർ ആൻഡ് ദ സിഗ്നിഫൈഡ്. സൈനിന് 2 എലിമെൻറ്റ്സ് ആണുള്ളത്, സിഗ്നിഫയർ ആൻഡ് ദ സിഗ്നിഫൈഡ്. നമുക്കിപ്പം നെക്സ്റ്റ് സിഗ്നിഫയറും സിഗ്നിഫൈഡും എന്താണെന്ന് നോക്കാം. ദീസ് 2 ആർ ഇൻസെപ്പറബിൾ എലിമെൻറ്റ്സ് ഓഫ് സൈൻ. സൈനിൻ്റെ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് സിഗ്നിഫയറും സിഗ്നിഫൈഡും. ഇൻ ലാംഗ്വേജ്, സിഗ്നിഫയർ ഈസ് എ സെറ്റ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്. അതായത് ലാംഗ്വേജിൽ സിഗ്നിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്, സ്പീച്ച് സൗണ്ട്സിൻ്റെ സെറ്റിനെയാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. സിഗ്നിഫൈഡ് ഈസ് ദ കോൺസെപ്റ്റ് ഓർ ഐഡിയ വിച്ച് ഈസ് ദ മീനിങ് ഓഫ് ദ സൈൻ. സൈനിൻ്റെ നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു സൈനിൻ്റെ കോൺസെപ്റ്റോ ഐഡിയയോ അതിനെയാണ് സിഗ്നിഫൈഡ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ചസ് ടു സ്റ്റഡി ലാംഗ്വേജ് നോക്കാം. The traditional grammarians were prescriptive. The prescriptive grammarians tell the speakers what forms they should use and what not to. ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രമേറിയൻസ് ഒക്കെ പ്രിസ്ക്രിപ്റ്റീവ് ആയിരുന്നു.
പ്രിസ്ക്രിപ്റ്റീവ് ഗ്രമേറിയൻസ് നമ്മളോട്, അതായത് സ്പീക്കേഴ്സിനോട് പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ത് ഫോമിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലാതെ എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നൊക്കെയാണ്. ബട്ട് മോഡേൺ ലിംഗ്വിസ്റ്റ്സ് ഡിസ്ക്രൈബ് ഹൗ ലാംഗ്വേജ് ഫങ്ഷൻസ്. മോഡേൺ ലിംഗ്വിസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ലാംഗ്വേജ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ബോത്ത് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റ്സ് യൂസ് റൂൾസ്. രണ്ടും, അതായത് പ്രിസ്ക്രിപ്റ്റീവ് ആവട്ടെ ഡിസ്ക്രിപ്റ്റീവ് ആവട്ടെ, രണ്ട് ലിംഗ്വിസ്റ്റ്സും റൂൾസാണ് യൂസ് ചെയ്യുന്നത്. റൂൾസിൻ്റെ ബലത്തിലാണ് അവർ ഓരോന്നും നമ്മളോട് പറയുന്നത്. ബട്ട് ദ പ്രിസ്ക്രിപ്റ്റീവ് റൂൾസ് ആർ റിജിഡ് വെറാസ് ദ റൂൾസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ഈസ് ഫ്ലെക്സിബിൾ. അതായത് പ്രിസ്ക്രിപ്റ്റീവ് റൂൾസാണ് ഒന്നും കൂടെ റിജിഡായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അവരാണ് നമ്മളോട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കാൻ പാടില്ലാത്തത്, അതിൻ്റെ റൂൾസ് ശരിക്കും പോലെ റിജിഡായിട്ട് പറഞ്ഞു തരുന്നത് ട്രഡീഷണൽ ഗ്രമാറിയൻസ് തന്നെയാണ്. വെറസ് ദ റൂൾസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ഈസ് ഫ്ലെക്സിബിൾ. അതായത് ഇപ്പോഴത്തെ മോഡേൺ ലിംഗ്വിസ്റ്റ്സ് ആവട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഗ്രമേറിയൻസ് ആവട്ടെ, അവരുടെ ഗ്രാമർ കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡയലക്റ്റ് എന്താണെന്ന് നോക്കാം. Dialect is linguistic norm specific to a geographical area, social class or a status affecting mutual intelligibility. അതായത് ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആ സംസാര രീതിക്കാണ് ഡയലക്റ്റ് എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഇഡിയോലക്റ്റ്. ഇഡിയോലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഇൻഡിവിജ്വൽ സ്പീക്സ് അലൈക്ക്. ഇഡിയോലക്റ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ദ സ്പീച്ച് ഹാബിറ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു ആൾക്കാരും ഒരു മനുഷ്യന്മാരും ഒരുപോലല്ല സംസാരിക്കുന്നത്, ഓരോരുത്തരുടെ സംസാരവും വ്യത്യാസമുണ്ട്. സോ ആ ഒരു ടോട്ടാലിറ്റി ഓഫ് സ്പീച്ച് ഹാബിറ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വലിൻ്റെ ആണ് ഇഡിയോലക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഇൻഡിവിജ്വലിനെ മാത്രം ബേസ് ചെയ്തിരിക്കുന്ന രീതികൾക്കാണ്, അല്ലെങ്കിൽ സ്പീച്ച് ഹാബിറ്റ്സിനെയാണ് നമ്മൾ ഇഡിയോലക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, രജിസ്റ്റർ. If a language variety has certain features which are typical of certain disciplines, topics, fields, occupations and social roles played by a speaker, it is referred to as register. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഡോക്ടേഴ്സ് സംസാരിക്കുമ്പം അവരുടേതായിട്ടുള്ള രജിസ്റ്റർ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. എൻജിനീയേഴ്സ്, പ്ലംബേഴ്സ്, ഓരോ ജോലിക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളുണ്ട്. അവരുടെ പെർട്ടിക്കുലർ സ്പെഷ്യൽ വേർഡ്സ് അവർ യൂസ് ചെയ്യും. ചിലപ്പം പുറമേ നിൽക്കുന്ന നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ലായിരിക്കും. പക്ഷെ അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു രീതി, അവരുടേതായിട്ടുള്ള വാക്കുകൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് certain features which are typical of certain disciplines. ടിപ്പിക്കലായിട്ടുള്ള certain ഡിസിപ്ലിൻസിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ഫീച്ചേഴ്സിനെയാണ് രജിസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ജേർണലിസ്റ്റ് രജിസ്റ്റർ ഓർ ദ ലാംഗ്വേജ് ഓഫ് ജേർണലിസ്റ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ആർസ്, അല്ലേ? ജേർണലിസ്റ്റിൻ്റെ രജിസ്റ്റർ അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് ജേർണലിസ്റ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ആസ്. നമ്മളതിൽ നിന്നും ജേർണലിസ്റ്റിൻ്റെ രജിസ്റ്ററൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണാം. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് മോണോലിംഗ്വൽ. എ പേഴ്സൺ ഹു ഹാസ് എബിലിറ്റി ടു യൂസ് only one language ഈസ് മോണോലിംഗ്വൽ. അതായത് ഒരൊറ്റ ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാണ് മോണോലിംഗ്വൽ എന്ന് പറയുന്നത്. ബൈലിംഗ്വൽ. എ പേഴ്സൺ ഹു ഹാസ് എബിലിറ്റി ടു യൂസ് 2 languages, 2 ലാംഗ്വേജസ് യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാണ് ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. മൾട്ടിലിംഗ്വൽ. എ പേഴ്സൺ ഹു ക്യാൻ യൂസ് മോർ ദാൻ 2 languages, they are called multilingual. So
സെക്കൻഡ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇത്രയാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് ടൈം.